നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന CR7 ഇന്നലെ സൗദി പ്രോ ലീഗ് കിരീടം നേടിയിരുന്നു. ഇരട്ട ഗോളടിച്ചു. ഒരു ഫ്രീ കിക്കിൻ്റെ ഉജ്ജ്വലമായ ഗോളടക്കം ഇരട്ട ഗോളടിച്ച് പ്രോ ലീഗ് നേടി. അങ്ങനെ സൗദി അറേബ്യയിലും കഴിഞ്ഞ 4-5 വർഷമായിട്ട് സൗദിയിൽ മാത്രം റൊണാൾഡോയ്ക്ക് കിരീടം കിട്ടിയിരുന്നില്ല. അപ്പം അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് ഇങ്ങനെ നിന്നിരുന്നു, വലിയ വിമർശനമൊക്കെ ആയിട്ട്. എന്തായാലും സൗദിയിലും ആ കിരീടം നേടിക്കഴിഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ 2003-ൽ 2002-2003 ആയിട്ട് തുടങ്ങിയതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബിൽ. ആദ്യം പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് CP ആയിരുന്നു. അന്ന് സ്പോർട്ടിംഗ് CPക്ക് കിരീടം നേടിക്കൊടുത്തിട്ടാണ് റൊണാൾഡോ തിളങ്ങുന്നത്. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ സർ അലക്സ് ഫെർഗ്യൂസിന് കീഴിൽ അത്യുജ്വല കളിക്കാരനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാറി. റൊണാൾഡോ ദീർഘകാലം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചു. 10 കിരീടങ്ങൾ നേടി. അങ്ങനെ ഒരു ചാമ്പ്യൻസ് ലീഗ്, 3 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടക്കം ഇങ്ങനെ 10 കിരീടങ്ങൾ നേടി. പിന്നീട് അദ്ദേഹം എത്തുന്നത് റയൽ മാഡ്രിഡിലാണ് ഏറ്റവും കൂടുതൽ കാലം ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചത്. അതിഗംഭീരമായിട്ട് ഉയർന്നു വന്നൊരു കാലമായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സുവർണകാലം എന്ന് തന്നെ പറയാവുന്ന ഒരു കാലമായിരുന്നു റയൽ മാഡ്രിഡിലേത്. അദ്ദേഹം അവിടെ 450 ഗോളടിച്ചു. 16 കിരീടങ്ങൾ, അതാണ് പ്രധാനപ്പെട്ടത്. 16 കിരീടങ്ങൾ, 4 തവണ ചാമ്പ്യൻസ് ലീഗ്, 2 തവണ ലാലിഗ, ഇങ്ങനെയുള്ള കിരീടങ്ങളടക്കം ക്ലബ് കപ്പ്, സൂപ്പർ കപ്പ്, ഇതെല്ലാം ക്ലബ് ഫുട്ബോൾ ലോകകപ്പ്, അങ്ങനെ എല്ലാ കിരീടങ്ങളും നേടി ഉജ്ജ്വലമായിട്ടാണ് റയൽ മാഡ്രിഡിൽ അദ്ദേഹം തിളങ്ങിയത്. പിന്നീട് അദ്ദേഹം ഇറ്റലിയിലേക്ക് വന്നു. ഇറ്റലിയിൽ യുവൻറ്റസിന് വേണ്ടി കളിച്ചു. അന്നും 5 കിരീടങ്ങൾ നേടി. ഇറ്റലിയിൽ 5 കിരീടങ്ങൾ നേടി. അങ്ങനെ ആണ് പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്ന് വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരികയും വളരെ കുറച്ച് കാലം കൊണ്ട് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുകയും സൗദിയിലേക്ക് വരികയാണ് ചെയ്തത്. സൗദിയിൽ അൽ നസറിലേക്ക് വന്നു. അന്ന് ആളുകൾ പറഞ്ഞു റൊണാൾഡോയുടെ കാലം കഴിഞ്ഞു. അപ്പോൾ ഈ ഫുട്ബോൾ കരിയർ അവസാനിക്കുന്നതിന് മുമ്പ് പരമാവധി പൈസ ഉണ്ടാക്കുക, കാശുണ്ടാക്കുക, പണം സമാഹരിക്കാനും എന്നും വേണ്ടിയിട്ടാണ് സൗദിയിലേക്ക് വന്നത്, അല്ലാതെ കളിക്കാനൊന്നും അല്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വന്നു. പക്ഷെ അദ്ദേഹം ഇതുവരെയും പല കിരീടങ്ങളും അദ്ദേഹത്തിന് കൈവിട്ടു. സൗദിയിൽ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് അതെല്ലാം നഷ്ടപ്പെട്ടത്. വളരെ അസ്വസ്ഥനായിരുന്നു കിരീടങ്ങൾ കിട്ടാത്തതിൽ റൊണാൾഡോ. എന്തായാലും സൗദി പ്രോ ലീഗ് കിരീടം കൂടി കിട്ടിയതോടെ സൗദി മണ്ണിലും ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ മുദ്ര പതിപ്പിച്ചു, സുവർണ മുദ്ര പതിപ്പിച്ചു എന്ന് തന്നെ പറയണം. എന്തായാലും ഉജ്ജ്വലമായി. ഇനി ലോക കിരീടം, ഒരേ ഒരു കാര്യമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കിട്ടാത്തത്, അത് ലോകകപ്പാണ്. ആ ലോകകപ്പ് ഇത്തവണ, ഇത് അവസാനത്തെ അവസരമാണ് അദ്ദേഹത്തിന്. ഇത്തവണ ആ ലോകകപ്പ് നേടാനുള്ള ഊർജം, ലോകകപ്പ് തുടങ്ങുന്നതിന് തൊട്ട് തലേന്ന് എന്ന് പറയുന്നത് പോലെ സൗദി പ്രോ ലീഗ് കിരീടം അദ്ദേഹം നേടിയിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന് നൽകുന്ന ആ ആവേശവും ആത്മവിശ്വാസവും ചെറുതല്ല. അങ്ങനെ ഒരു ലോക കിരീടം കൂടി നേടി തൻ്റെ കരിയർ അവസാനിപ്പിക്കാനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആഗ്രഹിക്കുന്നത്. അത് അദ്ദേഹത്തിന് സംഭവിക്കട്ടെ, അത് അദ്ദേഹത്തിന് പറ്റും എന്ന് വിശ്വസിക്കാവുന്ന നിലയിലേക്ക് അതിന് തൊട്ട് മുമ്പ് സൗദി പ്രോ ലീഗ് കിരീടം നേടാൻ കഴിഞ്ഞത് വലിയ കാര്യമായി. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുൾ ചാർജ്ഡായിട്ടാണ് ഇത്തവണ റോബർട്ടോ മാർട്ടിനസിൻ്റെ പോർച്ചുഗൽ ടീമിനൊപ്പം വരുന്നത്. അതിൻ്റെ നേതൃത്വത്തിലാണ് വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് 11 കളിക്കാരനായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഉജ്ജ്വലമായ ഒരു ലോകകപ്പിനായി CR7 അദ്ദേഹത്തിൻ്റെ ആരാധകരും കാത്തിരിക്കുകയാണ്.